കൂട്ടുകാരെ, വെൽക്കം ടു ഫോളോ മീ സീരീസ്. യേശു പറഞ്ഞു ഫോളോ മീ, ശിഷ്യന്മാർ പിന്തുടർന്നു. ആർ യു റെഡി? ജോഷുവ മകനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എക്സാം ടെൻഷനില്ല. അനുഷ്ക ബേബിക്കോ? സ്കൂളിൽ പോകാതിരിക്കുന്നത് ആദ്യമൊക്കെ രസമായിരുന്നു, ഇപ്പൊ ബോറടിക്കുക. ഒരു ദിവസം ക്ലാസ്, ഒരു ദിവസം അവധി. അതാണ് ബെസ്റ്റ് എന്ന ഇപ്പോഴത്തെ ഉള്ള കണ്ടുപിടുത്തം. ഗുഡ് ഐഡിയ. കളക്ടർ, മുഖ്യമന്ത്രി, ആർക്ക് അപേക്ഷ കൊടുക്കണം? ജോഷു 10ാം ക്ലാസ്സിലാണ്, 10ൽ. ഈ 10ാം ക്ലാസ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയായിരുന്നെങ്കിൽ. ഈ +2 ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ. കോളേജിൽ ചേരുമ്പോഴെങ്കിലും ടെൻഷൻ ഫ്രീ ആക്കണം എൻ്റെ ദൈവമേ. സത്യം. അങ്കിളെ, കോളേജിൽ ഞങ്ങൾക്കൊന്നും എക്സാം കാണില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ജീവിതകാലം മുഴുവൻ നമ്മൾ നല്ല വിദ്യാർത്ഥികളായിരിക്കണം. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ജീവിതത്തിൽ മുൻപോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കോളേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ? നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ: കേരളത്തിലെ ആദ്യത്തെ കോളേജ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്നുള്ള കോളേജുകളിൽ ആദ്യത്തെ കോളേജ് ഏതാണ്? CMS കോളേജ്, കോട്ടയം. CMS കോളേജിന്റെ ആദ്യത്തെ സൂപ്രണ്ടാണ് ബെഞ്ചമിൻ ബെയ്ലി. കേരളത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ബെഞ്ചമിൻ ബെയ്ലി. കേരളത്തിൽ വനിതാ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയുടെ ഭാര്യ എലിസബത്ത് അല്ലേ? വെരി ഗുഡ്. അങ്കിൾ അത് പഠിപ്പിച്ചത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ശരിക്കും ഇൻസ്പയറിംഗ് ആണ് ബെഞ്ചമിൻ ബെയ്ലിയുടെ ജീവിതം. നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ബെഞ്ചമിൻ ബെയ്ലിയുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്താലോ? 1791 ഇംഗ്ലണ്ടിൽ ജനിച്ച ബെഞ്ചമിൻ ബെയ്ലി ഉന്നത വിദ്യാഭ്യാസമോ അസാധാരണമായ കഴിവുകളോ ഉള്ള വ്യക്തിയായിരുന്നില്ല. പക്ഷെ വിഷനും പാഷനും ഉണ്ടായിരുന്നു. യു സെഡ് ഇറ്റ് ബ്രോ, യു സെഡ് ഇറ്റ്. ഒരു കമ്പിളി നൂൽ വ്യവസായശാലയിൽ ജോലി ചെയ്തിരുന്ന താൻ തന്റെ 21ാമത്തെ വയസ്സിൽ CMSൽ ഒരു മിഷണറിയായി ചേരാൻ തീരുമാനമെടുത്തു. ഇംഗ്ലണ്ടിൽ ബെഞ്ചമിൻ ബെയ്ലി തീരുമാനമെടുത്തപ്പോൾ ഇവിടെ ഇന്ത്യയിൽ തിരുവിതാംകൂർ റെസിഡൻ്റായിരുന്ന ജോൺ മൺറോ കോട്ടയത്ത് ഒരു കോളേജ് സ്ഥാപിക്കണമെന്ന് തീരുമാനിച്ചു. അങ്കിളെ, ഈ ജോൺ മൺറോ എന്ന് കേട്ടപ്പോ ഒരു ഡൗട്ട്. കൊല്ലത്ത് മൺറോ തുരുത്ത് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ടോ? യെസ്, നല്ല ചോദ്യം. അനുഷ്ക ബേബിക്ക് ഇതാരാണ് പറഞ്ഞു തന്നത്? തിരുവിതാംകൂർ കൊച്ചിൻ റെസിഡൻ്റായിരുന്ന ജോൺ മൺറോ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവരുടെ മേലുള്ള അനാവശ്യ നികുതികൾ ഇല്ലാതാക്കുന്നതിനും അടിമത്തം അവസാനിപ്പിക്കുന്നതിനുമൊക്കെ തൻ്റേതായ മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. കൊല്ലത്ത് അഷ്ടമുടിക്കായലിൽ ഏകദേശം 8 ഐലൻഡുകൾ ചേർന്നിട്ടുള്ള ഒരു ദ്വീപ സമൂഹത്തിന് കേണൽ മൺറോയുടെ സംഭാവനകളെ മാനിച്ച് മൺറോ തുരുത്ത് എന്നാണ് ഇതിന് പേരിട്ടിട്ടുള്ളത്. ഒരു സൂപ്പർ സ്ഥലമാണ്. ഞാൻ പല യൂത്ത് ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കാൻ അവിടെ പോയിട്ടുണ്ട്. നിങ്ങൾക്കും ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ തീർച്ചയായും നിങ്ങൾ അവിടെ പോകണം. ഓക്കെ, നമുക്ക് ബെഞ്ചമിൻ ബെയ്ലിയിലേക്ക് മടങ്ങി വരാം. 1816 ബെഞ്ചമിൻ ബെയ്ലി ഇന്ത്യയിലെത്തി. ഒക്ടോബർ 19 മദ്രാസിൽ നിന്ന് യാത്ര തിരിച്ചു. നവംബർ 19 ആലപ്പുഴയിലെത്തി. ജോഷുവ എന്തോ ആലോചനാ മോഡിലാണല്ലോ. എൻ്റെ അമ്മോ, ഞാൻ ആലോചിക്കുമായിരുന്നു നമ്മുടെ ചെന്നൈ ആലപ്പി എക്സ്പ്രസ് ട്രെയിൻ സാധാരണ 13-14 മണിക്കൂർ എടുക്കുന്നത് അതങ്ങ് ഡിലേ ആയി റണ്ണിങ് ടൈം ഒരു മാസമായുള്ളൊരു അവസ്ഥയെ. അവിടെയാണ് കമ്മിറ്റ്മെന്റ് ജോഷുവ. ദൈവം ഏൽപ്പിച്ച ദൗത്യം ചെയ്യാനിറങ്ങുമ്പോൾ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ദൈവം സഹായിക്കും. അതേ മക്കളെ, ഈ ദുരിതയാത്രയിൽ തൻ്റെ ഭാര്യയായ എലിസബത്ത് ഗർഭിണിയാണെന്ന കാര്യം കൂടെ ഓർക്കണം. ആലപ്പുഴയിൽ വന്ന് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ കുഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. പാവം. പക്ഷേ ഇതൊന്നും മുൻപിലേക്കുള്ള അവരുടെ ദൗത്യത്തിന് തടസ്സമായില്ല. പിന്നീട് അവർ കോട്ടയത്തേക്ക് താമസം മാറി. അങ്കിളെ, എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമുണ്ട്. അന്നത്തെ കോട്ടയം 300 പേർ മാത്രമുള്ള ചെറിയൊരു ഗ്രാമം മാത്രമായിരുന്നു. യു ആർ റൈറ്റ് മോളെ. കോട്ടയം കേന്ദ്രമാക്കി അവർ തങ്ങളുടെ ദൗത്യം ആരംഭിച്ചു. ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും CMS കോളേജിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ റവറൻ ബെഞ്ചമിൻ ബെയ്ലി. ശരിയാ, ഞാൻ നോക്കിയായിരുന്നു. ബെഞ്ചമിൻ ബെയ്ലിയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ
പ്രത്യേകിച്ച് പ്രേക്ഷിത ദൗത്യവുമായി സംബന്ധിച്ച് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യെസ് അങ്കിൾ. ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്ത് സ്ഥാപിച്ച അച്ചടിശാലയിലാണ് കേരളത്തിൽ ആദ്യമായി മലയാളം അച്ചടിച്ചത്. അതേ മോളെ, ആധുനിക മലയാളം അച്ചടി നടപ്പിലാക്കി എന്നതുപോലെ മലയാളം അച്ചടി അക്ഷരങ്ങളുടെ രൂപകൽപ്പന നിർവഹിച്ചതും ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളം ആണി അച്ചുകൾ സ്വയമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം സമൂഹത്തിൽ ഉണ്ടായ പരിവർത്തനം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൽ കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റിലൊക്കെ വന്ന മാറ്റങ്ങൾ നമുക്കെല്ലാം സുപരിചിതമാണ്. ഹലോ കൂട്ടുകാരെ, ലുക്ക് അറ്റ് ദി കോൺട്രിബ്യൂഷൻസ്. ഭാഷാ വികസനം, ഡിക്ഷണറി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. കേരളത്തിന് ബെഞ്ചമിൻ ബെയ്ലി ചെയ്ത സംഭാവനകൾ വളരെ മികവുറ്റതാണ്. അദ്ദേഹത്തിൻ്റെ ആ കമ്മിറ്റ്മെൻറ്റിന്, ദർശനത്തിന് ഒരു ബിഗ് സല്യൂട്ട്. യു ആർ റൈറ്റ് അങ്കിൾ. എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സായിപ്പന്മാർക്ക് അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വിശ്രമം ആവശ്യമെന്ന് വരുമ്പോൾ അവരെടുക്കുന്ന അവധിക്ക് ഫെർലോ എന്നാണ് പറയുന്നത്. 34 വർഷത്തെ കേരളവാസത്തിനിടയിൽ ഒരിക്കൽ മാത്രമാണ് ബെഞ്ചമിൻ ബെയ്ലി ഫെർലോ എടുത്ത് ഇംഗ്ലണ്ടിലേക്ക് പോയത്. ആ സമയത്ത് പോലും ന്യൂ ടെസ്റ്റ്മെന്റ് അവിടുത്തെ പ്രസ്സിൽ അച്ചുകളിൽ താൻ അച്ചടിച്ചുകൊണ്ടാണ് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത്. ഹലോ കൂട്ടുകാരെ, ലുക്ക് അറ്റ് ദ കമ്മിറ്റ്മെൻറ്റ്. ഒരു ജോലി കിട്ടിയിട്ട് വേണം ഒരു ലീവ് എടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ള ജനസമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇതിൻ്റെ നടുവിൽ കഠിനാധ്വാനം ചെയ്ത ബെഞ്ചമിൻ ബെയ്ലിയുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. ദൈവരാജ്യം സംബന്ധിച്ചും ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട കാര്യം, ദൈവരാജ്യത്തിന് മടിയന്മാരെ ആവശ്യമില്ല. അതുകൊണ്ട് മടി കൂടാതെ നിങ്ങൾ നിങ്ങളുടെ യാത്ര തുടരുക. അങ്കിളെ, എന്നെ ചിന്തിപ്പിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട്. ഞാൻ പരിഭാഷപ്പെടുത്തിയ ബൈബിൾ വായിച്ച് ഒരാളെങ്കിലും യേശുവിനെ അറിഞ്ഞാൽ എൻ്റെ ദൗത്യം ധന്യമായി. ജോഷുവ, യു ആർ സ്പോട്ട് ഓൺ. സത്യത്തിൽ നമ്മളെല്ലാം ആ കഠിനാധ്വാനത്തിന്റെ ഇങ്ങേ തലക്കിലെ ഫലങ്ങളല്ലേ. രണ്ടാമത്തെ എന്തായിരുന്നു ജോഷ? ഭാഷ അറിയാത്ത നാട്ടിലേക്കുള്ള ദൂരയാത്ര, വലിയ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത അവസ്ഥ, മക്കൾ അവിടെ വെച്ച് മരിക്കുന്നു. അതെ, 2 മക്കളുടെ ശവകുടീരങ്ങൾ ഇന്നും കോട്ടയത്തുണ്ട്. പക്ഷെ ദൗത്യത്തിന് അതൊന്നും ഒരു തടസ്സമായില്ല. യെസ് ജോഷുവ, യു ആർ റൈറ്റ്. ഹേയ് മലയാളി, ലോകത്തിലെ ഏറ്റവും നല്ല സ്പിരിച്വൽ ജോഗ്രഫിയുള്ള സ്ഥലത്താണ് നാം ജീവിക്കുന്നത്. മികച്ച റിസോഴ്സുകൾ, ബൈബിൾ, പുസ്തകങ്ങൾ, പാട്ടുകൾ. എന്താണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ? ഇനിയും പുറത്തുനിന്നൊരാൾ വരാൻ കാത്തിരിക്കുകയാണോ നമ്മൾ? ഈ കാലഘട്ടത്തിലെ സ്വാർത്ഥതയില്ലാത്ത, ഗോഡ്ലിയായി അധ്വാനിക്കുന്ന, എക്സലന്റായി ദൗത്യം ചെയ്യുന്ന, സമൂഹത്തെ നല്ല മൂല്യങ്ങളിലേക്ക് നയിക്കുന്ന മിഷണറിമാരായി നമുക്ക് മാറാം. മദർ തെരേസ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ചെയ്യുന്നത് കടലിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ തുള്ളി കൂടി ഇല്ലെങ്കിൽ കടലിൽ അത്രത്തോളം വെള്ളത്തിൻ്റെ കുറവുണ്ടാകും. നമ്മുടെ ഒരു തുള്ളി അത്രമാത്രമേ ലക്ഷ്യമുള്ളൂ. ഹേയ് പേരൻസ് ആൻഡ് ലീഡേഴ്സ്, ഈ തലമുറയിലെ പല കുഞ്ഞുങ്ങളും ദൗത്യത്തിന് തയ്യാറാണ്. നിങ്ങൾ അവർക്ക് തടസ്സം സൃഷ്ടിക്കരുത്. ഹേയ് കൂട്ടുകാരെ, ഡോണ്ട് ബി ആൻ അൺഎംപ്ലോയിഡ് ക്രിസ്ത്യൻ ഡിസൈപ്പിൾ. ബെഞ്ചമിൻ ബെയ്ലിയെ പോലെ, എലിസബത്ത് എല്ലയെ പോലെ നിങ്ങളുടെ ദൗത്യം നിങ്ങൾ ചെയ്യുക. ഗാഡ് ബ്ലെസ് യു.